എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട്ടിലെ പല മാധ്യമങ്ങളിലും ഇക്കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നിരുന്നു. കാശ്മീരിലുള്ള ഒരു മെഡിക്കൽ കോളേജ് അതിൻ്റെ അംഗീകാരം റദ്ദാക്കാനായിട്ട് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. കാരണം എന്താണ്? അവിടെ 50 സീറ്റാണ് MBBSനുള്ളത്. 42 സീറ്റുകളിൽ ജയിച്ചു വന്നിരിക്കുന്നത് മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് തന്നെ മാ വൈഷ്ണോദേവി ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഈ മെഡിക്കൽ കോളേജിൽ ഇങ്ങനെയുള്ള മുസ്ലിം വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനായിട്ട് താല്പര്യമില്ലാത്ത സംഘപരിവാർ സംഘടനകളുടെ പ്രതിഷേധത്തിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ ഈ മെഡിക്കൽ കോളേജിനുള്ള അംഗീകാരം പിൻവലിച്ചിരിക്കുന്നു. ഇത് നമ്മുടെ നാട്ടിലെ പല മാധ്യമ സ്ഥാപനങ്ങളും, പ്രിൻ്റ് മാധ്യമങ്ങൾ, ഓൺലൈൻ മാധ്യമങ്ങൾ, പത്രമാധ്യമങ്ങൾ ഒക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ്. സത്യത്തിൽ അങ്ങനെ ഒരു കാരണത്താൽ, അതായത് അവിടെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളാണ് അഡ്മിഷൻ നേടിയത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മെഡിക്കൽ കോളേജിൻ്റെ അംഗീകാരം പിൻവലിക്കാനായിട്ട് സാധിക്കുമോ? അതോ അതിന് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ഇവിടെ അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന 50 വിദ്യാർത്ഥികളുടെ മെഡിക്കൽ ഭാവി, അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാവി എന്താണ്? ഈ കാര്യങ്ങളെക്കുറിച്ച് ഒരു പരിഗണന പോലും നൽകാതെയാണ് ഈ പല മാധ്യമങ്ങളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ വാർത്തയുടെ സത്യം എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനമാണ്. കാരണം നമ്മുടെ നാട്ടിൽ എന്തിനും ഏതിനും വെറുതെയെങ്കിലും മതസ്പർദ്ധയുണ്ടാക്കാൻ പറ്റുന്ന, കുത്തിത്തിരിപ്പ് നടത്താൻ കഴിയുന്ന, വർഗീയവാദം വിൽക്കാൻ കഴിയുന്ന ഒരു സ്കോപ്പ് ഉണ്ടോ എന്ന് അന്വേഷിക്കുന്ന നിരവധി ആൾക്കാരുണ്ട് പല രാഷ്ട്രീയ പാർട്ടികളിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലുള്ള ഈ മെഡിക്കൽ കോളേജിൻ്റെ അംഗീകാരം റദ്ദാക്കിയത് അവിടെ വന്ന് അഡ്മിഷൻ നേടിയ ബഹുഭൂരിപക്ഷം ആൾക്കാരും മുസ്ലിങ്ങളാണ് എന്നതുകൊണ്ടാണോ, അതോ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ളതാണ്. നോക്കാം. ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലുള്ള ശ്രീ മാതാ വൈഷ്ണോദേവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എക്സലൻസ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ വിദ്യാഭ്യാസ കേന്ദ്രത്തിലാണ് ഈ ഒരു വിവാദം ഉണ്ടായിരിക്കുന്നത്. 3 ദിവസം മുൻപ്, അതായത് ഈ വർഷം ജനുവരി മാസം 6-ാം തീയതിയാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഈ കോളേജിനുള്ള MBBSൻ്റെ അംഗീകാരം റദ്ദാക്കിയത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ഇതേ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഈ കോളേജിൽ 50 MBBS സീറ്റുകൾക്കുള്ള കണ്ടീഷണൽ അപ്രൂവൽ അല്ലെങ്കിൽ ഒരു ലെറ്റർ ഓഫ് പെർമിഷൻ അത് കൊടുക്കുന്നത്. പക്ഷേ ഈ അനുമതിയെ തുടർന്ന് അവിടെ നിരവധി പരാതികളുണ്ടായിരുന്നു. അത് അതിൻ്റെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട, ഈ കോഴ്സിൻ്റെ മെറിറ്റുമായി ബന്ധപ്പെട്ട, അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട, ട്യൂട്ടറിങ്ങുമായി ബന്ധപ്പെട്ട നിരവധി പരാതികളുണ്ടായിരുന്നു. ഈ ആരോപണത്തിനെ തുടർന്ന് ഈ വർഷം ജനുവരി മാസം 2-ാം തീയതി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഒരു സർപ്രൈസ് ഇൻസ്പെക്ഷൻ ഈ കോളേജിൽ നടത്തി. എന്നിട്ട് അവർ കണ്ടെത്തിയിരിക്കുന്ന വിവരങ്ങൾ അവർ പ്രസിദ്ധീകരിച്ചു. അത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതൊരു മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനമാണ്. MBBSൻ്റെ അഡ്മിഷനാണ്. ഭാവിയിലേക്കുള്ള ഡോക്ടർമാരാണ് അവിടെ പഠിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള ടീച്ചിങ് ഫാക്കൽറ്റിയിൽ 39% കുറവുണ്ട് എന്നാണ് അവർ കണ്ടെത്തിയത്. അതായത് 10 അധ്യാപകർ വേണ്ടുന്ന സ്ഥലത്ത് കേവലം 6 അധ്യാപകർ മാത്രമേ ഉള്ളൂ എന്നുള്ള അവസ്ഥയാണ് ആ കോളേജിലുള്ളത്. ഇതുകൂടാതെ ട്യൂട്ടർമാർ, സീനിയർ റെസിഡൻറ്റുമാർ തുടങ്ങിയ ആൾക്കാരുടെ എണ്ണത്തിൽ 65% കുറവുണ്ട്. അതായത് 10 ആൾക്കാരെയാണ് അവിടെ വേണ്ടത് എങ്കിൽ 3 ആൾക്കാരെ മാത്രമേ കിട്ടുന്നുള്ളൂ എന്നുള്ള തരത്തിലുള്ള ഒരു കണക്കാണ് ആ കോളേജിൽ നിന്ന് പുറത്തു വന്നത്. ഇനി അവിടുത്തെ ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്കുകൾ, അതായത് അഡ്മിഷൻ നേടാതെ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങി വരുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരുടെ എണ്ണത്തിന് ഈ മെഡിക്കൽ കോളേജിന് ഒരു കണക്കുണ്ട്. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഓരോ ദിവസവും 400 രോഗികളാണ് അവിടെ വരേണ്ടത്. പക്ഷേ അവിടെ വരുന്ന രോഗികളുടെ എണ്ണം കേവലം 182 മാത്രമാണ്. അതായത് വേണ്ടതിനേക്കാൾ 50%-ലും താഴെ രോഗികൾ മാത്രമാണ് ആ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായിട്ട് വരുന്നത്. തന്നെയല്ല, അവിടുത്തെ ബെഡ് ഓക്യുപ്പൻസി ഒരു മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. ബെഡ് ഓക്യുപ്പൻസി അവരുടെ നിയമാവലി പ്രകാരം 80% ഉണ്ടാകേണ്ടത്. പക്ഷേ അവിടെയുള്ളത് കേവലം 45% മാത്രമാണ്. അതായത് ഏതാണ്ട് 50%-ന് മുകളിൽ മാത്രമുള്ള ഒക്യുപ്പൻസിയാണ് അവിടെ റിക്വയർഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ വെച്ച് നോക്കിയാലുള്ളത്. അതല്ലാതെ മൊത്തത്തിലുള്ളത് നോക്കിക്കഴിഞ്ഞാൽ 50%-ലും താഴെ മാത്രമാണ് ഈ മെഡിക്കൽ കോളേജിലെ ബെഡ് ഓക്യുപ്പൻസി. അതേപോലെ അവിടെ പ്രസവങ്ങൾ നടക്കാറുണ്ട്. ആ പ്രസവങ്ങൾ നടക്കുന്നത് ഒരു മാസം 25 എണ്ണം മാത്രമാണ്. അതായത് ഒരു ദിവസം ഒരു പ്രസവം പോലും അവിടുത്തെ കണക്കിലില്ല. അത് ഗ്രോസ്ലി ഡെഫിഷ്യൻറ്റ് എന്നാണ് ഈ മെഡിക്കൽ കമ്മീഷൻ കണ്ടെത്തിയത്. ഇനി മറ്റ് സൗകര്യങ്ങൾ, ഉദാഹരണത്തിന് അവിടെ ലാബുകൾ ആവശ്യമായ അളവിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം. ഇനി വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായിട്ട് എസെൻഷ്യലായിട്ടുള്ള ഒരു കാര്യമാണ് അവിടുത്തെ പുസ്തകങ്ങൾ. അവിടെ ഒരു ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയിലെ റിക്വയർമെൻറ്റ് അനുസരിച്ച് 1500 പുസ്തകങ്ങൾ വേണം. പക്ഷേ അവിടെയുള്ള പുസ്തകങ്ങളുടെ എണ്ണം കേവലം 744 മാത്രമാണ്.
അതായത് 50% താഴെ പുസ്തകങ്ങൾ മാത്രമേ അവിടുത്തെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായിട്ട് അവർക്ക് റെഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ ലൈബ്രറിയിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. മെഡിക്കൽ ജേണലുകൾ ഏതൊരു മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. പുതിയ ചികിത്സാ ട്രെൻഡുകൾ എന്തൊക്കെയാണ്, രോഗവിവരങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ തരത്തിലുള്ള മെഡിക്കൽ റിസർച്ചാണ് നടക്കുന്നത്, ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം തന്നെ ആനുകാലികമായിട്ടുള്ള വിവരങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭ്യമായിരിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മെഡിക്കൽ ജേണലുകൾ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ കൊടുക്കുന്നത്. അവിടെ കണക്കനുസരിച്ച് 15 ഡിഫറൻറ്റ് ജേണലുകളാണ് വേണ്ടത്. പക്ഷേ ഇവിടെ ലഭ്യമായിരിക്കുന്ന ജേണലുകളുടെ എണ്ണം 2 ആണ്. അടുത്തത് ഓപ്പറേഷൻ തിയേറ്റർ. ഏതൊരു മെഡിക്കൽ കോളേജിലും സർജറി പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമായിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ. അവിടുത്തെ റിക്വയർമെൻ്റ് അനുസരിച്ച് 5 ഓപ്പറേഷൻ തിയേറ്ററുകളാണ് അവിടെ വേണ്ടത്. പക്ഷേ അവിടെ ഉള്ളത് കേവലം 2 ആണ്. അതായത് 50%-ലും താഴെയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഒരു മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളെ കൃത്യമായി എക്വിപ്പ് ചെയ്യുന്ന രീതിയിലത്തേക്ക് അവർക്ക് വേണ്ടുന്ന എല്ലാ പരിശീലനത്തിനും ഉതകുന്ന സൗകര്യങ്ങൾ നൽകേണ്ടുന്ന സ്ഥലത്ത് 50%-ൽ താഴെ മാത്രമാണ് അവിടെ ആൾക്കാർക്ക് ഈ സൗകര്യങ്ങളെല്ലാം തന്നെ ലഭ്യമാകുന്നത്. ഇതെല്ലാം തന്നെ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ ഒരു മെഡിക്കൽ കോളേജിന് വേണ്ടുന്ന മിനിമം സ്റ്റാൻഡേർഡ് റെഗുലേഷനുകളെക്കാൾ വളരെ താഴെയാണ്. അതുകൊണ്ടാണ് ഈ മെഡിക്കൽ കോളേജിൻ്റെ അംഗീകാരം റദ്ദാക്കിയതും അവരുടെ ബാങ്ക് ഗ്യാരണ്ടി പിടിച്ചെടുക്കുകയും ചെയ്തത്. ഇവിടെ രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ ഒരു മെഡിക്കൽ കോളേജ് എന്നത് കേവലം കുറച്ച് ആൾക്കാർക്ക് അഡ്മിഷൻ കൊടുത്ത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമല്ല, മറിച്ച് നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാരുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ദൈവത്തിൻ്റെ പ്രതിരൂപം എന്ന കണക്കിൽ നമ്മൾ കാണുന്ന ആൾക്കാരെ സൃഷ്ടിക്കുന്ന ഒരു സംവിധാനമാണ് ഓരോ മെഡിക്കൽ കോളേജും. അവിടെ പരിശീലനത്തിന് വേണ്ടുന്ന മതിയായ അളവിലുള്ള രോഗികളില്ല എങ്കിൽ, ലാബുകളില്ല എങ്കിൽ, ഫാക്കൽറ്റി ഇല്ല എങ്കിൽ എങ്ങനെയാണ് നല്ല ക്വാളിറ്റിയുള്ള ഡോക്ടർമാരെ നമുക്ക് അവിടെ നിന്ന് സൃഷ്ടിച്ചെടുക്കാൻ കഴിയുക എന്നുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. അങ്ങനെ ലാബുകളില്ലാത്ത, മെഡിക്കൽ ജേണലുകളില്ലാത്ത, പുസ്തകങ്ങൾ ആവശ്യത്തിനില്ലാത്ത, ഓപ്പറേഷൻ തിയേറ്ററുകൾ ആവശ്യത്തിന് പ്രവർത്തിക്കാത്ത, പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫാക്കൽറ്റി പോലും ഇല്ലാത്ത ഒരു മെഡിക്കൽ കോളേജിൽ പഠിച്ചിറങ്ങുന്ന MBBSകാരായിട്ടുള്ള ഡോക്ടർമാർ അവർ പിന്നീട് ചികിത്സിക്കാൻ പോകുന്ന രോഗികളുടെ ജീവൻ പോലും അപകടത്തിലാകും. കാരണം മതിയായിട്ടുള്ള പ്രാക്ടീസ് പോലും അല്ലെങ്കിൽ ഇൻഫർമേഷൻ പോലും അല്ലെങ്കിൽ വിദ്യാഭ്യാസം പോലും ലഭ്യമാകാതെയാണ് അവരൊക്കെ തന്നെ പരീക്ഷ എഴുതി പാസ്സാകാൻ പോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എടുത്തിരിക്കുന്ന തീരുമാനം ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരായിട്ടുള്ള തീരുമാനമല്ല, മറിച്ച് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ആ വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്നതിനാണ്, നാളെ അവർ ചികിത്സിക്കുന്ന രോഗികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഗുണനിലവാരമില്ലാത്ത മിനിമം സ്റ്റാൻഡേർഡ് റെഗുലേഷൻസ് പോലും പാലിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു മെഡിക്കൽ കോളേജ് തുറന്നു വെച്ച് ഈ സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനെ നശിപ്പിക്കുന്നതിന് പകരം അതിനെ അടച്ചിടുക തന്നെയാണ് ഏറ്റവും പ്രായോഗികമായിട്ടുള്ള, ഏറ്റവും ധാർമ്മികമായിട്ടുള്ള നടപടി എന്നുള്ളതാണ് പ്രധാനം. അതല്ല എങ്കിൽ ഈ മെഡിക്കൽ കോളേജ് റൺ ചെയ്യുന്ന ആൾക്കാർ വളരെ കൃത്യമായിട്ട് എന്തൊക്കെ തരത്തിലുള്ള സൗകര്യങ്ങളാണോ അവിടെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കേണ്ടത് ആ സൗകര്യങ്ങളെല്ലാം തന്നെ അവിടെ കൊണ്ടുവന്ന് വീണ്ടും അതിൻ്റെ അംഗീകാരത്തിന് വേണ്ടി അപേക്ഷിച്ച് നിയമപരമായിട്ട് എന്താണോ അതിനുള്ള ഒരു പോംവഴി അത് തേടുക എന്നുള്ളതാണ് പ്രധാനം. അതല്ലാതെ എങ്ങനെയെങ്കിലും തട്ടിയും മുട്ടിയും ആരോഗ്യരംഗവുമായി ബന്ധപ്പെട്ട ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടുപോകാനായിട്ട് സാധ്യമേ അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിലെ കാതലായിട്ടുള്ള ആരോപണം, അവിടെ അഡ്മിഷൻ നേടിയിരിക്കുന്ന 42 വിദ്യാർത്ഥികൾ മുസ്ലിങ്ങളായതുകൊണ്ട് അവർക്ക് അവസരം നിഷേധിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെങ്ങനെ അവിടെ പഠിക്കേണ്ട എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ ഭാവിയെ പോലും നശിപ്പിച്ചുകൊണ്ട് ഈ ഒരു തീരുമാനമെടുത്ത് ഈ മെഡിക്കൽ കോളേജിൻ്റെ അംഗീകാരം പിൻവലിക്കുന്നത് എന്ന് പറയുന്ന ആൾക്കാർ അറിയേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെ അഡ്മിഷൻ നേടിയിരിക്കുന്ന ഈ 50 വിദ്യാർത്ഥികൾക്കും ഒരു തരത്തിലുമുള്ള നഷ്ടമില്ല എന്നുള്ളതാണ്. 50 മെഡിക്കൽ സീറ്റുകളാണ് അവിടെ ഉള്ളത്. അതിൽ 42 പേർ മുസ്ലിങ്ങളാണ്, 7 പേർ ഹിന്ദുക്കളാണ്, ഒരാൾ ഒരു സിഖ് മതവിശ്വാസിയാണ്. ആ 50 ആൾക്കാരെയും ജമ്മു കാശ്മീരിലെ തന്നെ മറ്റ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ അവർക്ക് സീറ്റ് അനുവദിച്ചിട്ടുണ്ട്, സൂപ്പർ ന്യൂമററി സീറ്റുകളായിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ചേർന്ന് അവർക്ക് നല്ല വിദ്യാഭ്യാസ സൗകര്യങ്ങളുള്ള, നല്ല ലാബ് സൗകര്യങ്ങളുള്ള, കൂടുതൽ പേഷ്യൻസ് ഉള്ള, കൂടുതൽ കേസുകൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സൗകര്യമാണ് അവർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ 50 ആൾക്കാരുടെയും പഠനം യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ലാതെ തുടരും. അതല്ലാതെ അതിലുള്ള 42 മുസ്ലിങ്ങളെ മാറ്റി നിർത്തി ബാക്കിയുള്ള 8 ആൾക്കാർക്ക് മാത്രമല്ല അവിടെ അഡ്മിഷൻ കൊടുക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ എന്തു പറഞ്ഞാലും രാഷ്ട്രീയക്കാരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും പൂർണ്ണമായിട്ടും റെഗുലേറ്ററി നോൺ കംപ്ലയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മെഡിക്കൽ കോളേജിൻ്റെ അംഗീകാരം റദ്ദാക്കിയിരിക്കുന്നത്. കോമ്പീറ്റൻ്റ് അതോറിറ്റിയാണ് അത് ചെയ്തിരിക്കുന്നത്. അതിന് കൃത്യമായിട്ടുള്ള പഠനങ്ങളും സർവേയും ഒക്കെ നടത്തി അതിൻ്റെ റിപ്പോർട്ട് അവർ പബ്ലിഷ് ചെയ്യുകയും ചെയ്തതാണ്. നിങ്ങളുടെ ആരോപണത്തിൽ രാഷ്ട്രീയമോ മതമോ എന്ത് കലർന്നാലും ഒരൊറ്റ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും നിങ്ങളും ചെയ്യാൻ പാടില്ല. നമ്മുടെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ ഗുണനിലവാരം ഒരു തരത്തിലും നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പാടുള്ളതല്ല. ഒരു മെഡിക്കൽ കോളേജിന് വേണ്ടുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണോ, റെഗുലേറ്ററി കംപ്ലയൻസ് എന്തൊക്കെയാണോ, അത് വളരെ കൃത്യമായിട്ട് തന്നെ പരിശോധിക്കപ്പെടണം.
പ്രത്യേകിച്ച് കംപ്ലയിൻസ് ഉണ്ടാകുന്ന സമയത്ത് അത് കൃത്യമായിട്ട് തന്നെ പരിശോധിക്കപ്പെടണം. അത് ഒരു ഹിന്ദു ട്രസ്റ്റിൻ്റെ ഭാഗമായാലും ഒരു മുസ്ലിം മൈനോറിറ്റിയുടെ ഭാഗമായാലും ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായാലും സത്യത്തിൽ അവിടെയുള്ള റെഗുലേറ്ററി കംപ്ലയിൻസ് പാലിക്കുന്നുണ്ടോ എന്നുള്ള ഒരൊറ്റ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം അവർക്ക് അംഗീകാരം കൊടുക്കാനും അല്ലെങ്കിൽ അത് റദ്ദാക്കാനും. അതുകൊണ്ട് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ ഈ തീരുമാനം വിദ്യാഭ്യാസ രംഗത്തിനോട്, ആതുര സേവന രംഗത്തിനോട്, വിദ്യാർത്ഥികളുടെ ഭാവിയോട് താല്പര്യമുള്ള എല്ലാ ആൾക്കാർക്കും സ്വീകാര്യമാകേണ്ടതാണ്. അതല്ലാതെ എന്തിലും ഏതിലും മതസ്പർദ്ധ തിരയുന്ന, ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കാം എന്ന് ശ്രമിക്കുന്ന, മതമാണ് എല്ലാത്തിനും മുകളിൽ പ്രവർത്തിക്കേണ്ടത് എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മയോ നല്ല രീതിയിലത്തേക്കുള്ള പരിശീലനം നമ്മുടെ ഭാവിയിലെ ഡോക്ടർമാർക്ക് കിട്ടണം എന്നതോ ഒന്നും തന്നെ ഒരു തരത്തിലുമുള്ള ഒരു പരിഗണനയല്ല. അങ്ങനെ മോശമായിട്ടുള്ള സാഹചര്യത്തിൽ ഡോക്ടർമാർ ഇവിടെ ഉണ്ടാവുകയാണ് എങ്കിൽ അത് രാജ്യത്തിൻ്റെ തന്നെ ആരോഗ്യ സംവിധാനത്തിനെയാണ് തകർക്കുന്നത് എന്നുള്ള ഒരു ചിന്ത പോലും ഇക്കൂട്ടർക്കില്ല. അവർക്ക് താല്പര്യം നമ്മൾ ഈ പറയുന്നത് പോലെ ചോര തന്നെ കൊതുകിൻ്റെ കൗതുകം എന്ന് പറയുന്ന അവസ്ഥ തന്നെയാണ്. അവർക്ക് കുറച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കുക, മതപരമായിട്ടുള്ള ഒരു വിദ്വേഷം ഉണ്ടാക്കുക, കേന്ദ്ര സർക്കാർ മുസ്ലിങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു നറേറ്റീവ് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി ആതുര രംഗത്തിനെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നതിന് നമ്മുടെ നാഷണൽ മെഡിക്കൽ കമ്മീഷന് സാധിക്കട്ടെ. അത്തരത്തിലുള്ള നല്ല തീരുമാനങ്ങളെ മതപരമായിട്ടുള്ള സങ്കുചിതമായിട്ടുള്ള ചിന്തകളുടെ അടിസ്ഥാനത്തിൽ എതിർക്കുന്നതിന് പകരം ആ വിഷയം എന്താണ് എന്ന് കൂടുതൽ മനസ്സിലാക്കാൻ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് ബോധം തെളിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.